നമസ്കാരം. പാകിസ്ഥാനിലെ വസീരിസ്ഥാനിലുണ്ടായ ആക്രമണം, ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത്. ഇന്ത്യ അതിനെ കടുത്ത ഭാഷയിൽ തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. ആ മേഖല, ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ആ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ പാകിസ്ഥാന് വലിയ തലവേദന അത് കൂടി വരികയാണ്. സത്യത്തിൽ ആരാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആരാണ് ഈ ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ? ഇപ്പോഴത്തെ ആക്രമണത്തിന് മുന്നിൽ അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് അവർ തന്നെ വ്യക്തമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന TTP അവരുടെ ഒരു വിഭാഗമുണ്ട്, ഹാഫിസ് ഗുൾ ബഹാദൂർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പതിവ് പോലെ ഭാരതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭാരതമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി R&W റോയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ പാകിസ്ഥാനിൽ തന്നെ ഒരു വലിയ തോതിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. റോ പാകിസ്ഥാനിനുള്ളിൽ സൂയിസൈഡ് ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായാലും നടന്ന ആ ഒരു ആക്രമണം, അതിൽ 16 പേരോ മറ്റോ ഓൾറെഡി മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോൺവോയ്ക്ക് നേരെ നടന്ന ആക്രമണമാണ്. അത് റോയാണ് ചെയ്തതെന്നാണ് പാകിസ്ഥാനിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അവർക്ക് മറ്റുള്ളവരെ സംശയം തോന്നുക സ്വാഭാവികമാണ്. കാരണം ഈ നടന്ന ആക്രമണം ഏതാണ്ട് പുൽവാമ അറ്റാക്ക് പോലെ ഉള്ള ഒരു ആക്രമണമായിരുന്നു. കോൺവോയ്ക്ക് നേരെ ഒരു സൂയിസൈഡ് ബോംബർ അയാളുടെ വണ്ടിക്കുള്ളിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ചെന്ന് ഈ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. ഇതുതന്നെയാണ് പുൽവാമയിൽ നടന്നത്. അപ്പോൾ പുൽവാമയിലെ പോലെ സമാനമായ ഒരു ആക്രമണം പാകിസ്ഥാനുള്ളിൽ നടക്കുകയും പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന് ഇത് റോ ചെയ്തതാണ്, ഇന്ത്യ ചെയ്തതാണ് എന്ന് സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ കുമാരേ, അതല്ല ഇതിനകത്തെ പ്രശ്നം. പാകിസ്ഥാൻ ഒരു വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു പ്രശ്നമാണത്. അതിന് പാകിസ്ഥാൻ അവരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. അത് ഭീകരവാദമാണ്. ശരിയാണ്, ഭാരതത്തിനുള്ളിൽ പാകിസ്ഥാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഭീകരർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മാത്രമല്ല, പഞ്ചാബിലും നോർത്ത് ഈസ്റ്റിലും പാകിസ്ഥാൻ്റെ കൈകളുണ്ട് ഇവിടെ വിഘടനവാദത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ പാകിസ്ഥാനുള്ളിൽ അവർ ഇപ്പോൾ ഈ ഭീകരവാദത്തിൻ്റെ ഇരയായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഭസ്മാസുരനെ ഉണ്ടാക്കുമ്പോൾ അവസാനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് തിരിഞ്ഞാക്രമിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. ലോകത്ത് ഒരു രാജ്യവും നേരിടാത്ത രീതിയിൽ ഏതാണ്ട് ഒരു 4 ശത്രുക്കളുടെ, ഭാരതത്തെ ശത്രു എന്ന് ഞാൻ പറയില്ല, ഭാരതം അയൽ രാജ്യമാണ്, പക്ഷെ 4 ശത്രുക്കളുടെ ഏകോപിപ്പിച്ചുകൊണ്ടും അല്ലാതെയുമുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ തെഹ്രീക്കെ താലിബാനുണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുണ്ട്, പിന്നെ സിന്ധിലും മറ്റുമൊക്കെ ഉള്ള മറ്റ് വിഘടനവാദി ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തന്നെ പാകിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പട്ടാളത്തെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ അതിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. 2ാമത്തെ രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. ലോകത്തെ 2ാമത്തെ രാജ്യമാണ്. അതിന് കാരണം പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇവന്മാരാണ് ഈ ഭീകരരെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതും ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഭാരതത്തിനെതിരെ ഇറക്കി വിട്ടതുമൊക്കെ. അപ്പോൾ ഇപ്പോൾ അവർ തന്നെ അത് അനുഭവിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ പോരാളികളൊക്കെ, അവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബലൂചിസ്ഥാൻ രാജ്യമാണ്. പാകിസ്ഥാന്റെ ഒരു ഭാഗം അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഈ TTP ഒരു ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ്. ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്ലാമാബാദിനെ തന്നെയാണ്. അപ്പോൾ എന്നു മുതലാണ് ഈ ഒരു വലിയ ഭീഷണി പുറത്തു നിന്ന് ഉണ്ടാകാൻ തുടങ്ങിയത്? അല്ല, അത് കുറേ നാളുകളായിട്ടുണ്ട്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അല്ല. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ടേക്ക് ഓവർ ആണ് ഇതിലൊരു ടേണിംഗ് പോയിന്റ് ആയത്. ഇതിലൊരു വഴിത്തിരിവായത് ഈ 2021 ഇല്ലേ, കാബൂൾ പിടിച്ചെടുത്ത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഈ ഭരണം 2ാമത് ഉറപ്പിക്കുന്നത്. അതോടുകൂടിയാണ് ഈ ഒരു വലിയ വഴിത്തിരിവുണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അപ്പോൾ വലിയ തോതിൽ ആഹ്ലാദിച്ചതാണ്. ഞങ്ങളുടെ പാവഭരണം അഫ്ഗാനിസ്ഥാനിൽ വന്നു എന്ന് പറഞ്ഞ് ISIയുടെ ചീഫ് അവിടെ പോയി ചായ കുടിക്കാനൊക്കെ പോയതാണ് കാബൂളിൽ. എന്നിട്ട് ഞങ്ങൾ ഇനി ഇന്ത്യയെ കാണിച്ചു തരാം എന്നായിരുന്നു അന്നത്തെ പറച്ചിലിൻ്റെ ധ്വനി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മാസങ്ങൾക്കുള്ളിൽ
അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ന് മാത്രമല്ല, നമ്മൾ മറുവശത്തൂടെ ട്രാക്ക് 2 ഡിപ്ലോമസിയിലൂടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണവുമായിട്ട് നമ്മളൊരു ബന്ധം വെക്കുകയും ചെയ്തു. അതല്ല കാരണം, പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് അത് കുറേ നാച്ചുറലായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറുണ്ട്. ആ ബോർഡറിലെ വലിയ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ പോലെ തന്നെ തുറന്നു കിടക്കുന്ന ബോർഡറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം മേഖലകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സാധിക്കുന്നത്. പിന്നെ കുറേ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ പാകിസ്ഥാനിലുണ്ട്. കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അതേപോലെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ഒരു റൂട്ട് തന്നെയാണിത്. അപ്പോൾ അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ഈ പാകിസ്ഥാനിനുള്ളിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു സംഘടനയാണ് ഈ TTP എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഈ സംഘടനയ്ക്കുണ്ട്. ഇതിന് ഭാരതമൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഭാരതം അഫ്ഗാനിസ്ഥാൻ വഴി നിരവധി ആൾക്കാരെ പാകിസ്ഥാനുള്ളിലേക്ക് കടത്തിവിടുന്നു, ഭീകരരെ കടത്തിവിടുന്നു, പണം കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു. അവർ അഫ്ഗാനിസ്ഥാൻ ബോർഡർ വഴി പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ഇതുപോലെയുള്ള സൂയിസൈഡ് അറ്റാക്ക് നടത്തുന്നു എന്നാണ്. പക്ഷേ ഇവർ ഈ പറയുമ്പോൾ ഇതേ കാര്യമാണ് നമ്മളുടെ കശ്മീരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിൻ്റെ മേൽ അവർ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഘടനകളൊക്കെ ഇപ്പോൾ TTP ആയാലും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയാലും ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതാണ്. ഈ അടുത്ത കാലത്ത് അവർ അങ്ങിങ്ങ് സ്ഫോടനങ്ങൾ നടത്തി ഒരു സാന്നിധ്യം അറിയിക്കുക മാത്രമല്ല, കൃത്യമായി അവർ പാകിസ്ഥാൻ ആർമിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ആർമിയിൽ വലിയ ആൾനാശം വരുത്തുന്നുമുണ്ട്. ഇത് തീർച്ചയായും അവരുടെ ഒരു സ്ട്രാറ്റജി മാറിയത് കൊണ്ടാണോ, അതോ പാകിസ്ഥാനെ ഇവരൊരു വെല്ലുവിളിയായി തീർന്നതിന് ശേഷമുണ്ടായ ഒരു മാറ്റമാണോ? ഇല്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം അതിന് കുമാർ ഉദ്ദേശിക്കുന്നത് അത് ഭാരതത്തിൻ്റെ സഹായം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ വ്യാപകമായിട്ട് കഴിഞ്ഞ ഒരു 20-25 വർഷങ്ങൾ, അതിനു മുമ്പും പറയുമായിരുന്നു, 20-25 വർഷങ്ങളായിട്ട് പാകിസ്ഥാനിനുള്ളിൽ എവിടെ എന്തുണ്ടായാലും ഉടനെ RNW റോയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്ന ഒരു സംസ്കാരം, മാധ്യമ സംസ്കാരവും പൊളിറ്റിക്കൽ സംസ്കാരവും ആർമി സംസ്കാരവും പാകിസ്ഥാനിലുണ്ട്. അത് നമുക്കിനി മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷൻസ് എല്ലാം വലിയ തോതിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നത് ഇവർക്കെല്ലാം ഗുണമായിട്ടുണ്ട്. ഇപ്പോൾ ഉപദേശീയത എന്ന് പറയുന്നത് മുഖ്യധാര ദേശീയതയായിട്ട് മാറിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ, ഖൈബർ പഖ്തൂൺവായിലെ ഒക്കെ. ഇനി സിന്ധ് മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് എരിയാത്തത്. പക്ഷേ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറൊന്ന് IS ഉണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള IS ഉണ്ട്. ISും പാകിസ്ഥാനിനുള്ളിലേക്ക് അവരുടെ സ്വാധീന മേഖല വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം പലപ്പോഴും പ്രദേശങ്ങളിലെ സ്വാധീനത്തിന് വേണ്ടി പോരടിച്ചിരുന്ന ഈ സംഘടനകളെല്ലാം ഇപ്പോൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ഇസ്ലാമാബാദിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്കിപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് ഇത് നേരിടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം എത്തിയത്. പക്ഷേ ഇതിന് ഭാരതമാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. അത് എന്താണെന്നുള്ളതും കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ പാകിസ്ഥാൻ അനുകരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. കാരണം പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇന്ത്യ കണ്ടെത്തുന്നു, അതിനുശേഷം സൈനിക നടപടി പോലും നടത്തുന്നു. ആ രീതിയിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാമോ? അതാണ് ഇതിനകത്തെ അതായത് ഇന്ന് ഈ നടക്കുന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ്. ഭാരതം പ്രതീക്ഷിക്കണം. പാകിസ്ഥാൻ ഒരു സൈനിക ആക്രമണം നടത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നടത്തില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ ഒരു 4 മാസം മുമ്പ് നമുക്ക് ശക്തമായിട്ട് പറയാമായിരുന്നു. പാകിസ്ഥാൻ അങ്ങനെ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിരില്ല. മറിച്ച് പാകിസ്ഥാൻ ഭാരതത്തിനുള്ളിൽ ഒരു ഭീകരാക്രമണത്തിന് ശ്രമിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് കാരണം അമേരിക്കയാണ്.
അമേരിക്കയുടെ ഒരു സ്വാധീനവും അമേരിക്കയുടെ ഒരു സപ്പോർട്ടും അത് പാകിസ്ഥാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചാടിക്കയറി ഭാരതത്തിന് നേരെ ഒരു സൈനിക ആക്രമണം നടത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുമെന്ന്. പക്ഷേ പാകിസ്ഥാൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസം പാകിസ്ഥാന് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഇവിടുത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വിഷയമുണ്ട്. ഇന്നലെ കറാച്ചിയിലെ നേവൽ അക്കാഡമിയിൽ പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഫീൽഡ് മാർഷലാണല്ലോ, പാകിസ്ഥാൻ്റെ ആർമിയുടെ മേധാവി അസീം മുനീർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പെഹൽഗാം അറ്റാക്കിന് 12 ദിവസം മുമ്പ് ഈ മനുഷ്യൻ നടത്തിയ ആ ഒരു പ്രസംഗത്തിൻ്റെ അതേ ആവർത്തനമാണ് ഇന്നലെ ശനിയാഴ്ച കറാച്ചിയിലെ നേവൽ അക്കാഡമിയിൽ ഈ മനുഷ്യൻ വീണ്ടും നടത്തിയിരിക്കുന്നത്. സെയിം കാര്യങ്ങൾ. ഭാരതത്തെ പാഠം പഠിപ്പിക്കണം, ഭാരതം കശ്മീരിൽ വലിയ തോതിൽ അതിക്രമം നടത്തുന്നു, കശ്മീരിന് സ്വയംഭരണാവകാശം ഉണ്ടാകണം, അത് കശ്മീർ നമ്മളുടെ ഭാഗമാണ്, നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ് ഭാരതത്തിനെതിരെ പഹൽഗാം അറ്റാക്കിന് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്നലെ അങ്ങേര് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും ആർമി യൂണിഫോമിൽ നിന്നുകൊണ്ട് ഒരു ഔദ്യോഗിക ചടങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സന്ദേശം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇതുപോലെ ഒരിക്കൽ പറഞ്ഞതിന് ശേഷമാണ് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായത്. അന്ന് പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം, അന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാർച്ചിൽ വലിയ തോതിൽ ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തിയിരുന്നു. ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം വേറെ ഒത്തിരി ഏറ്റുമുട്ടലുകളുണ്ടായി. തിരിച്ച് അങ്ങോട്ടും ബലൂചിസ്ഥാൻ ആർമിയെ ആക്രമിക്കുന്നത് പാകിസ്ഥാൻ പതിവാക്കി. അങ്ങനെ വലിയ ഏറ്റുമുട്ടലും പാകിസ്ഥാൻ ആർമിക്ക് ഒരു ക്ഷീണവും ഒക്കെ വന്ന സമയത്താണ് ഓഗസ്റ്റിൽ പെഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ മാറി ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ സാധിച്ചു എന്നുള്ളത് രഹസ്യമായിട്ടെങ്കിലും അവിടെ ഒരു അഭിമാനമായിട്ട് മാറുന്നു. പാകിസ്ഥാൻ ആർമിയെ ആൾക്കാർ വീണ്ടും പൊക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ ഒരു മനോഭാവമാണ്. ആ മനോഭാവത്തെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അതേ വിഷമസ്ഥിതിയിൽ പാകിസ്ഥാൻ ആർമി എത്തിയിരിക്കുകയാണ്. നാനാ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ പുൽവാമ പോലെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. വിഷമാവസ്ഥയിലാണ്. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവർ വീണ്ടും ചിലപ്പോൾ ഭാരതത്തിൽ എന്തെങ്കിലും സാഹസത്തിന് മുതിരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ സൈനിക ആക്രമണമൊന്നും അല്ലെങ്കിലും ഒരു ഭീകരാക്രമണത്തിനുള്ള പദ്ധതി ഇടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭാരതം ഈ വളരെ കൃത്യമായി ഇന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, നമ്മുടെ വിദേശകാര്യ വകുപ്പ് ശക്തമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. ഭാരതമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നത് ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹസം നിങ്ങൾ കാണിച്ചാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറുമെന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതേ വിഷമാവസ്ഥ അന്നത്തെ പോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടെന്നും പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസത്തിന് ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും ഭാരതം സംശയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഭീകരത പാകിസ്ഥാനെ തിരിഞ്ഞു കൊത്തുകയാണ്. ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴെല്ലാം ഇന്ത്യയെ പഴിചാരി പാകിസ്ഥാൻ ആ ഒരു രീതിയിലുള്ള പ്രസ്താവന നടത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ അവരുടെ പ്രതികരണം വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഭാരതവും കാണുന്നത്. നമസ്കാരം. നമസ്കാരം. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം.
വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.